എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് വാളമീൻ വറ്റിച്ചതാണ്. ഇത് കോട്ടയം സ്റ്റൈലിലാണ് ചെയ്യുന്നത്. റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. വാളമീൻ കറി വെക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മീനിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം വേണം കറി വെക്കാൻ. ഇതുപോലെയുള്ള മീനിൻ്റെ തൊലി 2 മിനിറ്റ് കൊണ്ട് പൊളിക്കുന്നതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കറിക്ക് വേണ്ടി 3 കഷ്ണം ഇഞ്ചി, 1.5 സവോള, വെളുത്തുള്ളി 1 മുഴുവൻ, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. 3 കഷ്ണം കുടംപുളി ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഉപയോഗിക്കുന്ന കുടംപുളിയുടെ പുളിയിൽ കുറേശ്ശെ വ്യത്യാസം കാണും. അതനുസരിച്ച് വേണം കുടംപുളി ചേർത്ത് കൊടുക്കാൻ. മീൻ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇവിടെ ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, സവോള ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്നു വരണം. ആ സമയം കൊണ്ട് മീൻ വൃത്തിയാക്കിയെടുക്കാം. ഉള്ളി ഇവിടെ നന്നായി വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. എരിവ് വേണ്ടവർക്ക് എരിവുള്ള മുളക് പൊടി മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ 1 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോൾ പൊടി മൂത്തതിൻ്റെ ഒരു മണം നമുക്ക് കിട്ടും. ആ സമയം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കൂട്ട് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൊഴുപ്പ് കൂടുതൽ വേണ്ടവർക്ക് ഈ കൂട്ട് വഴന്നു വരുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം. ടിപ്പിക്കൽ കോട്ടയം സ്റ്റൈൽ മീൻ കറിയിൽ തക്കാളി ചേർക്കാറില്ല. അതാണ് ഞാനിവിടെ ചേർത്ത് കാണിക്കാത്തത്. കൂട്ടുകളൊക്കെ ഇവിടെ നന്നായി വഴന്ന് എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായി കഴുകി വെച്ചിരിക്കുന്ന കുടംപുളി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയമായപ്പോഴേക്ക് മീനൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മീനിൻ്റെ ചാറ് തിളയ്ക്കുന്നതിന് മുമ്പ് മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീനിൻ്റെ ചാറ് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ മീൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ മീനിലേക്ക് എരിവും പുളിയുമൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് പിടിച്ചു വരും. ഇതുപോലെ വെക്കുന്ന മീൻ കറി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം കൂട്ടുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. കപ്പയ്ക്കും ചോറിനും ചപ്പാത്തിക്കുമൊക്കെ ഈ കറി നല്ലൊരു കോമ്പിനേഷനാണ്. മീൻ കറി റെഡിയായി വരുമ്പോൾ ചിലർ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാറുണ്ട്. ചിലർ കടുക് പൊട്ടിച്ച് ചേർക്കും. നിങ്ങൾക്കിഷ്ടമുള്ള രീതി നിങ്ങൾക്ക് ചെയ്യാം. മീനിൻ്റെ ചാറ് ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീൻ കറി ഇവിടെ വറ്റി റെഡിയായി വരുന്നുണ്ട്. ഞാൻ സാധാരണയായിട്ട് കടുക് പൊട്ടിച്ച് ചേർക്കാറാണ് പതിവ്. ഇതൊന്നും ചെയ്തില്ലെങ്കിലും മീൻ കറിക്ക് നല്ല ടേസ്റ്റ് കാണും. വാളമീൻ കിട്ടുമ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.